തബ്ലീഗ് ജമാഅത്ത് ഈ തബ്ലീഗ് ജമാഅത്തുമായി ബന്ധമുള്ള 10 നേപ്പാളീസ് പൗരന്മാരെ ഇപ്പോൾ ഇന്ത്യ നാട് കടത്തിയിരിക്കുകയാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. രാജസ്ഥാൻ സർക്കാരാണ് ഇവരെ നാട് കടത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ജയ്പൂരിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ തബ്ലീഗ് ജമാഅത്തുമായി ബന്ധപ്പെട്ട 10 നേപ്പാളി പൗരന്മാരെ രാജസ്ഥാനിലെ ദൗസയിൽ നിന്നും നിയമവിരുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്ന പ്രവർത്തികളിൽ ഏർപ്പെട്ടതിനാണ് നാട് കടത്തിയത് എന്നാണ് നമുക്കറിയാനായി സാധിക്കുന്നത്. 5 പുരുഷന്മാരും ഇവരുടെ 5 ഭാര്യമാരും അടങ്ങിയ ഒരു ടീമിനെയാണ് ഇവിടെ നാട് കടത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇവരുമായി ഈ സംഘവുമായി വെള്ളിയാഴ്ച രാത്രി ബീഹാറിലെ കിഴക്കൻ ചമ്പാരനിലെ റക്സോൾ ചെക്ക് പോസ്റ്റിലേക്ക് പോലീസ് എത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയ്ക്ക് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. മതപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കായാണ് ഇവർ ഇന്ത്യയിലേക്ക് എത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മതപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് മാർച്ച് 4-ന് നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടന്ന സംഘമാണ് ദൗസ DSP രവി പ്രകാശിന്റെ പിടിയിലായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്നിരുന്നാലും ഇവരുടെ താമസത്തിനിടയിൽ ഇവർ എന്താണ് ചെയ്ത കുറ്റമെന്ന് ചോദിച്ചാൽ വിദേശ സന്ദർശകർക്കുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചാണ് ഇവർ നമ്മുടെ രാജ്യത്തിനകത്തേക്ക് കടന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 5 പുരുഷന്മാർ പപ്പാർദ പോലീസ് സ്റ്റേഷൻ പരിധിക്ക് കീഴിലുള്ള ഒരു പള്ളിയിലാണ് താമസിച്ചിരുന്നത് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അതേസമയം സ്ത്രീകൾ ദൗസ നഗരത്തിലുടനീളമുള്ള വിവിധ വീടുകളിലാണ് താമസിച്ചിരുന്നത് എന്നും റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇവരുടെ സംശയാസ്പദമായ പ്രവൃത്തിയാണ് ഇവരെ പോലീസിന്റെ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവന്നത് എന്നാണ് മനസ്സിലാവുന്നത്. ഇവർക്ക് ചുറ്റും താമസിച്ചിരുന്ന ആൾക്കാർ തന്നെയാണ് ഇങ്ങനെ ഇവിടെ കുറച്ച് ആൾക്കാർ സംശയാസ്പദമായി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് പോലീസിനെ വിവരം അറിയിച്ചത്. തുടർന്നുള്ള പരിശോധനയിലാണ് ഇവർ ഇങ്ങോട്ടേക്ക് പല നിയമങ്ങളും ലംഘിച്ചാണ് കയറിയിരിക്കുന്നത് എന്ന് അറിയാനും സാധിച്ചത്. അതേ തുടർന്ന് പോലീസ് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. നിയമലംഘനങ്ങൾ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് വെള്ളിയാഴ്ച രാത്രി 10 പേരെയും കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് അധികൃതർ ഇവർക്ക് ഇന്ത്യ വിടുക എന്നുള്ള നോട്ടീസ് നൽകുകയും അവരെ നാട് കടത്താനുള്ള തീരുമാനമെടുക്കുകയും അവരെ നാട് കടത്തുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന ഈ സംഘടന യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുമായി അവർക്ക് വലിയ രീതിയിലുള്ള പല വിഷയങ്ങളിലും എതിർപ്പുകളുണ്ട് എന്ന് പറയുമെങ്കിലും ഒരു വിഷയത്തിൽ ഇവരെല്ലാവരും ഒറ്റക്കെട്ടാണ്. അത് മതപരിവർത്തനത്തിന്റെ വിഷയത്തിലാണ്. മുഹമ്മദ് നബി എന്ന് പറയുന്ന ഇവരുടെ പ്രവാചകന് ശേഷം മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ ലോകത്തിലെ ഏറ്റവും ഉന്നതരായിട്ടുള്ള മൂല്യങ്ങൾ പുലർത്തുന്ന ആൾക്കാർ എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള മുസ്ലിങ്ങളിലേക്ക് ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇവരുടെ ജോലി എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഇവർ പല സ്ഥലങ്ങളിലും മതപരിവർത്തന യാത്രകൾ നടത്താറുണ്ട്. പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന ഒരു സംഘടനയാണ് തബ്ലീഗ് ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെ പല ആൾക്കാരും പറയുമെങ്കിലും നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കോവിഡ് പടർന്നു പിടിച്ചപ്പോൾ തബ്ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സമ്മേളനം പല ഭാഗങ്ങളിലും നടന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് കോവിഡിന്റെ ഔട്ട്ബേസ്റ്റ് ആദ്യമായി ഉണ്ടായത് എന്നുള്ള വാർത്തകൾ ആ സമയത്ത് പുറത്തു വന്നതായിരുന്നു. ഇവരുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ തസ്ലീബ് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ മുഹമ്മദ് ഇല്യാസ് ഖാൻ ലാവി എന്നാണ് ഇയാളുടെ പേര്. തബ്ലീഗ് ജമാഅത്തയുടെ സ്ഥാപകനാണ് ഈ ഖാൻ ലാവി. നന്മ കൽപ്പിക്കുക, തിന്മ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഇവരുടെ അടിസ്ഥാന തത്വം എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഗുരു റഷീദ് അഹമ്മദ് ഗംഗോറി സ്വപ്നം കണ്ട ഒരു സ്വപ്നമാണ് അദ്ദേഹം പ്രാവർത്തികമാക്കുന്നത് എന്നാണ് ഈ തബ്ലീഗിന്റെ സ്ഥാപകൻ പറയുന്നത്. എന്തായാലും ഈ തബ്ലീഗ് പല രാജ്യങ്ങളിൽ വേരുറപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പല രാജ്യങ്ങളിൽ ഇവരുടെ വേരുകളുണ്ട്. എന്നാൽ ചില മുസ്ലിം സംഘടനകൾ പറയുന്നത് മുസ്ലിങ്ങളുടെ യഥാർത്ഥ സ്വത്വമല്ല ഈ തബ്ലീഗ് ജമാഅത്തെ ഇസ്ലാമി പേറുന്നത് എന്നൊക്കെയാണ്. 1946-ൽ ഈ സംഘം ഇവരുടെ പ്രവർത്തനങ്ങൾ വികസിപ്പിക്കാൻ തുടങ്ങിയതാണ്. 47-ൽ ഇന്ത്യ വിഭജനത്തിന് തൊട്ടു പിന്നാലെ ദക്ഷിണേന്ത്യയിൽ ഇവർ വന്നു. ദക്ഷിണേന്ത്യയിൽ ഇവരുടെ പ്രാരംഭ വികസനം ഉണ്ടായി. 71-ൽ ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ സ്വതന്ത്രമാകുന്നത് വരെ പാകിസ്ഥാനിൽ അവിടെ വികസിപ്പിക്കാനായിട്ടുള്ള തീരുമാനം എടുത്തു. അങ്ങനെ അവിടെ വികസിപ്പിച്ചു. വിദേശത്ത് 1947-ൽ ആദ്യത്തെ വിദേശ ദൗത്യം ഇവർ തുടങ്ങി. ഹെജാസിലേക്കും അതായത് ബ്രിട്ടനിലേക്കും പോയി. അമേരിക്കയിൽ 1970-കളിലും 80-കളിലും തബ്ലീഗ് ജമാഅത്തെ യൂറോപ്പിലും വലിയൊരു സാന്നിധ്യം സ്ഥാപിച്ചു. ഫ്രാൻസിൽ 1960-ൽ ഇവരെത്തി. 1970-ന് ശേഷമുള്ള 2 ദശകങ്ങളിൽ ഇവർ അവിടെ ഗണ്യമായി വളർന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ്
പുറത്തു വരുന്നത്. എന്തായാലും ഇവരുടെ ലക്ഷ്യം എന്താണ്, ഇവരുടെ വിശ്വാസം എന്താണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. പ്രധാനമായും 6 ഗുണങ്ങളിൽ ഊന്നിയാണ് തബ്ലീഗ് ജമാഅത്ത് പ്രവർത്തിക്കുന്നത് എന്നാണ് ഇവരുടെ ഒരു അവകാശവാദം. തബ്ലീഗ് ജമാഅത്ത് ഒരു ഗ്രാമമോ അയൽപ്പക്കമോ സന്ദർശിക്കുമ്പോൾ 6 ഗുണങ്ങൾ എന്ന രൂപത്തിൽ അവരുടെ സന്ദേശം കേൾക്കാൻ പ്രാദേശിക മുസ്ലിങ്ങളെ ഇവർ പള്ളിയിൽ ഒത്തുകൂടാനായി ക്ഷണിക്കുന്നു. ഈ 6 ഗുണങ്ങളും മുഹമ്മദിൻ്റെ അനുയായികളുടെ ജീവിതത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. കാരണം മുസ്ലിങ്ങൾ സഹാബത്ത് മുഹമ്മദിന് ശേഷമുള്ള ഏറ്റവും മികച്ച മനുഷ്യരാണെന്നാണ് ഇവർ വിശ്വസിക്കപ്പെടുന്നത്. ഈ 6 ഗുണങ്ങൾ എന്ന് പറയുന്നത്: 1 കലിമ, 2 സലാത്ത്, ഇൽമാൻ സിക്കർ, ഇർഹാൻ ഈ മുസ്ലിം, ഇഖാസ് ഈ നയാത്ത്, ദവാത്ത് ആൻഡ് തബ്ലീഗ്. ഇതാണ് ഈ 6 ഗുണങ്ങൾ എന്ന് പറയുന്നത്. കലിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേടിയെടുക്കാൻ ഒരാൾ പരിശ്രമിക്കേണ്ടതുണ്ട്, താൻ വിശ്വസിക്കുന്ന ഒരു കാര്യമെന്നാണ് ഇവർ പറയുന്നത്. അവൻ്റെ ഈമാനെ യഖീനാക്കാൻ അള്ളാഹുവിൻ്റെ ഇച്ഛയില്ലാതെ സൃഷ്ടിക്കൊന്നും കഴിയില്ല. പക്ഷേ അള്ളാഹുവിന് കഴിയും. സമാധാനം, സന്തോഷം മുഹമ്മദ് കാണിക്കുന്ന രീതിയിൽ മാത്രമാണ് വിജയം, മറ്റുള്ള ലൗകിക വഴിയിലില്ല എന്നുള്ളതാണ് ഈ കലിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വലാത്ത് എന്ന് പറയുന്നത് സ്വഹാബികൾ മുഹമ്മദിൽ നിന്ന് പഠിച്ച ആന്തരികവും ബാഹ്യവുമായ പെരുമാറ്റങ്ങളിൽ സ്വഹാബ നിലവാരത്തിലുള്ള സ്വലാത്ത് നേടാൻ ഒരാൾ ശ്രമിക്കേണ്ടതുണ്ട് എന്നിവയെക്കുറിച്ചുള്ള ഒരു സംഭവമാണ്. അള്ളാഹുവിൻ്റെ വിശാലമായ ഖജനാവുകളിൽ നിന്ന് നേരിട്ട് സ്വീകർത്താക്കളാകാൻ കഴിയുന്ന ഒരു യക്കീൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ദിക്കർ എന്ന് പറയുന്നത് അള്ളാഹു നമ്മിൽ നിന്നൊരു പ്രത്യേക സമയത്തും സാഹചര്യത്തിലും എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് അറിയാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഹലാല്, ഹറാം ഇവ വേർതിരിച്ചറിയാൻ ശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെ മുഹമ്മദ് പഠിപ്പിച്ച രീതിയിൽ അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണിത്. അത് കഴിഞ്ഞ് ഇക്രാം അൽ മുസ്ലിം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ ബഹുമാനത്തോടെയും ആദരവോടെയും പരിഗണിക്കുക, അതായത് സഹമുസ്ലിങ്ങളെ ബഹുമാനത്തോടെ ആദരവോടെയും പരിഗണിക്കുക എന്നുള്ളതാണ് ഇക്രാം അൽ മുസ്ലിം. ഇങ്ങനെ വേറെ 2 ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടെയുണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇവർ മതപരിവർത്തനത്തിലേക്ക് ഓരോ ഗ്രാമങ്ങളിലേക്കും എത്തുക. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന ഒരു 10 പേരെയാണ് ഇപ്പോൾ നാട് കടത്തിയിരിക്കുന്നത് എന്ന് അറിയാനും സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.